നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് സെക്രട്ടറി നേരിട്ട് മേൽനോട്ടം വഹിക്കും. പ്രവൃത്തി നടത്തിപ്പിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി. ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും താക്കീതായി വ്യാപാരികളുടെ പ്രതിഷേധ പദയാത്ര. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് കേച്ചേരിയിലെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തൃശൂർ കോഴിക്കോട്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി നാളെ മുതൽ പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചൂണ്ടലിൽ ഡിവൈഡറിലേക്ക് വാഹനം ഇടിച്ചുകയറി വീണ്ടും അപകടം. സെന്ററിലെ അശാസ്ത്രീയമായ ഡിവൈഡറിലേക്ക് കാർ ഇടിച്ചുകയറിയാണ് അപകടം. സെന്ററിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടും അധികാരികൾ മൗനം തുടരുന്നത് പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് സെക്രട്ടറി നേരിട്ട് മേൽനോട്ടം വഹിക്കും. പ്രവൃത്തി നടത്തിപ്പിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു. KSTP പ്രോജക്ട് ഡയറക്ടർ നോഡൽ ഓഫീസറായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചീഫ് എഞ്ചിനീയർ ഓരോ 2 ആഴ്ചയും നേരിട്ട് സൈറ്റിൽ പോയി പരിശോധിച്ച് മന്ത്രിക്കും സെക്രട്ടറിക്കും റിപ്പോർട്ട് നൽകുകയും വേണം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനപ്രതിനിധികളുമായി കൃത്യമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് മാസത്തിൽ ഓരോ തവണ വിലയിരുത്തൽ യോഗം നടത്തും. മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. പൊതുമരാമത്ത് സെക്രട്ടറി K. ബിജു വരും ദിവസങ്ങളിൽ റോഡുകൾ സന്ദർശിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കും. തൃശൂർ കുറ്റിപ്പുറം 33.23 കിലോമീറ്റർ റോഡ് പ്രവൃത്തിയിൽ പുരോഗതിയുണ്ടാകാതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ കരാറുകാരെ നീക്കം ചെയ്തിരുന്നു. പുതിയ DPRന് അനുമതി നേടി ഓഗസ്റ്റ് 1 മുമ്പ് പ്രവൃത്തി റീടെൻഡർ ചെയ്ത് 2025 ഓഗസ്റ്റോടെ പൂർത്തിയാക്കും വിധം ക്രമീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുവരെ റോഡ് ഗതാഗത യോഗ്യമാക്കി നിർത്താനാവശ്യമായ പ്രവർത്തനങ്ങൾ KSTP ചെയ്യും. ഇതിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ള 29 ലക്ഷം രൂപ പോരാതെ വന്നാൽ ആവശ്യമായ അധിക തുക നൽകും. മന്ത്രിമാരായ ഡോക്ടർ R. ബിന്ദു, K. രാജൻ, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പിള്ളി, മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, VR. സുനിൽകുമാർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K. ബിജു, തൃശൂർ ജില്ലാ കളക്ടർ VR. കൃഷ്ണതേജ എന്നിവരും KSTP ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ കോഴിക്കോട്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി നാളെ മുതൽ പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. സമരം ജൂലൈ 2 തീയതിയിലേക്ക് മാറ്റിയെന്ന് സമിതി അറിയിച്ചു. കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും താക്കീതായി വ്യാപാരികളുടെ പ്രതിഷേധ പദയാത്ര. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേച്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ പാറന്നൂർ സെന്റർ വരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. കോഴിക്കോട്ടേക്ക് പോകുന്ന അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയായിട്ട് പോലും ഇതിന് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് വലിയ പ്രതിഷേധത്തിനുള്ള കാരണം തന്നെയാണ്. ഇടവിട്ട് വരുന്ന ഈ ഓട്ടയിറക്കൽ പരിപാടി അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഈ റോഡിൽ ഇന്നേ വരെ കാഴ്ചവെക്കാൻ സർക്കാർ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കേച്ചേരി സെന്ററിൽ പദയാത്രയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ നിർവഹിച്ചു. കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് PK ജെയിംസ് അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P. അബൂബക്കർ, ട്രഷറർ സജി ചിറമൽ എന്നിവർ സംസാരിച്ചു. 1.5 പതിറ്റാണ്ടിന് മുൻപ് കേച്ചേരിയുടെ വികസനത്തിനും തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ വീതി കൂട്ടുന്നതിനും കോടികൾ അനുവദിച്ചിരുന്നെങ്കിലും ചൂണ്ടൽ പഞ്ചായത്ത് അതിർത്തിയിൽ മാത്രം റോഡ് വീതി കൂട്ടുന്നതിനോ കേച്ചേരി ജംഗ്ഷൻ വികസനമോ യാഥാർത്ഥ്യമായിരുന്നില്ല. കേച്ചേരിയുടെ വികസനത്തിനായി സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വിട്ടുനൽകുന്നതിന് വ്യാപാരികൾ തയ്യാറായിരുന്നു. എന്നാൽ ഭരണാധികാരികളുടെ പിടിപ്പുകേടു കാരണം ഇന്നും കേച്ചേരി ജംഗ്ഷനും റോഡും പഴയപടി തന്നെ തുടരുകയാണ്.
നിരന്തരമായ ഗതാഗതക്കുരുക്കു കാരണം കേച്ചേരിയിലെ വ്യാപാരികൾ വലിയ നഷ്ടമാണ് സഹിക്കുന്നത്. മാറി മാറി വന്ന MLA-മാരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും റോഡിൻ്റെയും ജംഗ്ഷൻ്റെയും അവസ്ഥയിൽ യാതൊരു മാറ്റവും വരുത്താനായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ സൂചനാ സമരവുമായി രംഗത്തെത്തിയത്. യൂത്ത് വിംഗ് പ്രസിഡന്റ് KD സാജൻ, സെക്രട്ടറി VV വിജിനിൽ, വനിതാ വിംഗ് ഭാരവാഹികളായ ആലിസ് സാജൻ, ബിൻസി ജോസ്, ഷീന ഷറഫുദ്ദീൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ KK അബ്ദുൾ മനാഫ്, KM അബ്ബാസ്, PV സുരേന്ദ്രൻ, P ദേവദാസ് തുടങ്ങിയവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. കോരിച്ചൊരിയുന്ന മഴയത്ത് 200ഓളം വരുന്ന വ്യാപാരികളാണ് പ്രതിഷേധ പദയാത്രയിൽ പങ്കാളികളായത്. മേഖലയിൽ അപകടങ്ങൾ നിത്യസംഭവമായ പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായി അപകടത്തിൽപ്പെട്ട് ചോരയൊലിപ്പിക്കുന്ന യാത്രികന്റെ നിശ്ചല ദൃശ്യവും പ്രതിഷേധത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 3 ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. എന്നാൽ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. അടുത്ത 2 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കടവല്ലൂർ കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മരം കടപുഴകി വീണു. കല്ലുംപുറം ചാലിശ്ശേരി റോഡിലെ നെസിക്കോ പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം രാവിലെ 7 മണിയോടെയാണ് റോഡിന് സമീപം നിന്നിരുന്ന മരം കടപുഴകി വീണത്. ഇതോടെ 1 മണിക്കൂറോളം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മരം പിന്നീട് കടവല്ലൂർ വടക്കുമുറി സ്വദേശിയായ മുനീറിന്റെ നേതൃത്വത്തിൽ കല്ലുംപുറം CATU യൂണിയൻ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി വലിയ ഗർത്തം രൂപപ്പെട്ടു. കൗൺസിലർ KP ഉദയന്റെ സന്ദർഭോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. നഗരസഭ മൃഗാശുപത്രിക്ക് മുൻവശത്തുള്ള ജംഗ്ഷനിൽ റോഡിന് നടുവിലായി ഇടതുവശത്തേക്ക് നീങ്ങി ഉച്ചയ്ക്ക് 12ഓടെ അരയടി വലുപ്പത്തിലാണ് കുഴി രൂപപ്പെട്ടത്. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും കുഴിയുടെ വ്യാസം ഇരട്ടിയായി. മഴ പെയ്ത വെള്ളം കുഴിയിലൂടെ ഇറങ്ങിയതോടെ മണ്ണൊലിച്ചുപോയി വലിയ ഗർത്തമായി. കൗൺസിലർ KP ഉദയൻ കുഴി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപകടം മണത്തതോടെ ടെമ്പിൾ പോലീസിൽ വിവരമറിയിച്ചു. SI K ഗിരിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കുഴിക്ക് ചുറ്റും സുരക്ഷയൊരുക്കി. 5 മണിയാകുമ്പോഴേക്കും കുഴിയുടെ വ്യാസം 3 അടിയോളമായി. ഒരാൾ താഴ്ചയിൽ ഗർത്തവും രൂപപ്പെട്ടു. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡ് ഇടിഞ്ഞു താഴുമെന്ന അവസ്ഥയിലായി. ഇന്നർ റിംഗ് റോഡിൽ നിന്നും ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന നിലയിലായി. ഉദയൻ വിവരമറിയിച്ചതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ്, ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം കുഴിക്കു ചുറ്റും ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കി. ട്രാഫിക് പരിഷ്കരണത്തെ തുടർന്ന് ഔട്ടർ റിംഗ് റോഡിൽ 1 വേ സംവിധാനം ഒരുക്കിയിരിക്കുന്നതിനാൽ ഇടതുവശത്തുകൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. പൊതുമരാമത്ത് വകുപ്പ്, ജല അതോറിറ്റിയും സംയുക്തമായി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമം ആരംഭിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസിന്റെ പ്രധാന ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ പിൻവശത്തെ ഗേറ്റിലൂടെയാണ് പ്രവർത്തകർ ഓഫീസിനകത്ത് പ്രവേശിച്ചത്. പോലീസ് വലയം ഭേദിച്ച് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 10ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. +1 പ്രവേശനത്തിന് സീറ്റ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ സമരത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പ് മുടക്കാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുറത്തുനിന്ന് സമരവുമായി എത്തിയ KSU നേതാക്കളെയും പ്രവർത്തകരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. സ്കൂൾ ഗേറ്റുകൾ പൂട്ടിയിരുന്നതിനാൽ മതിൽ ചാടിയാണ് സമരക്കാർ അകത്ത് കടന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് എത്തി KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തുടർന്ന് സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളും സ്കൂൾ അധികൃതരും പോലീസും തമ്മിൽ ചർച്ച നടത്തി കസ്റ്റഡിയിലെടുത്ത KSUക്കാരെ വിട്ടയച്ചു. അതേസമയം സ്കൂളിലെ വിദ്യാർത്ഥികളായ KSU പ്രവർത്തകർ സ്കൂളിനുള്ളിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ KSU പ്രവർത്തകർ പഠിപ്പ് മുടക്കി. എരുമപ്പെട്ടിയിൽ നടത്തിയ പ്രതിഷേധത്തിന് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റണ്ട, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട, ഭാരവാഹികളായ അബിൻ, അഫ്സൽ, ഹനീൻ റഹ്മാൻ, മുഹമ്മദ് ഹസ്ബിൻ, മുഹമ്മദ് അഷ്ഫാഖ്, ഇശാൽ ജലീൽ, ഷാരോൺ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചൂണ്ടലിൽ ഡിവൈഡറിലേക്ക് വാഹനം ഇടിച്ചു കയറി വീണ്ടും അപകടം. സെന്ററിലെ അശാസ്ത്രീയമായ ഡിവൈഡറിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഡിവൈഡറിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറിയുള്ള അപകടങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ്. സെന്ററിൽ ലൈറ്റ് പ്രകാശിപ്പിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കാത്തതാണ് അപകടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകുന്നത്. ചൂണ്ടൽ സെന്ററിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടും അധികാരികൾ മൗനം തുടരുന്നത് പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സംഭരിച്ച നെല്ലിന്റെ പണം സപ്ലൈകോ നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിരിപ്പ് കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ച കർഷകർക്ക് സഹായഹസ്തവുമായി മറ്റു ജില്ലകളിലെ കർഷകരെത്തി. കൃഷി ഉപേക്ഷിക്കരുതെന്നാവശ്യപ്പെട്ടും സഹായം വാഗ്ദാനം ചെയ്തും ഒട്ടേറെ പേർ സമീപിച്ചതായി കർഷകനായ PS സതീഷ് കുമാർ പറഞ്ഞു. കൃഷി തുടരാൻ 2 ലക്ഷം രൂപ സഹായം നൽകാമെന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തി ഉറപ്പുകൊടുത്തതോടെ 20 ഏക്കറിൽ വിരിപ്പ് കൃഷി തുടരാനുള്ള തയ്യാറെടുപ്പിലാണിവർ. കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ച നെൽച്ചെടികൾക്കു പകരം പുതിയ വിത്ത് വിതയ്ക്കും. ഞാറ്റടിയിൽ നശിക്കാതെ അവശേഷിച്ചവയും ഉപയോഗിക്കും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി സംഭരിച്ച നെല്ലിന്റെ പണമാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. പണമില്ലാത്തതിനാൽ തുടർ കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞാണ് കർഷകർ 2 ദിവസം മുമ്പ് ചാലിശ്ശേരി കാക്കശ്ശേരി പാടശേഖരത്തിൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടി നശിപ്പിച്ചത്. ഇതിനിടെ പ്രതിഷേധിച്ച കർഷകർ തങ്ങളുടെ പാടശേഖരത്തിൽ ഉൾപ്പെട്ടവർ അല്ലെന്ന് ചാലിശ്ശേരി കാക്കശ്ശേരി പാടശേഖര സമിതി അധികൃതർ പറഞ്ഞു. ഇവർ നടത്തിയ സമരരീതി അംഗീകരിക്കുന്നില്ലെന്നും നെല്ലിന്റെ പണം ലഭിക്കാൻ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്ന് ചുള്ളിക്കാരൻ റോഡിലാണ് രക്തം തളം കെട്ടി കിടക്കുന്നത് കണ്ടത്. ചൊവ്വാഴ്ച രാവിലെ നടക്കാനിറങ്ങിയവരാണ് രക്തം കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആദ്യമായാണ് മേഖലയിൽ ഇത്തരത്തിൽ കാണുന്നതെന്ന് പറയുന്നു. റോഡിൽ അടുത്തടുത്ത 2 സ്ഥലങ്ങളിലാണ് രക്തം തളം കെട്ടി കിടന്നിരുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. സംഭവത്തിൽ രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളർക്കാട് കടകൾക്ക് മുന്നിലെ ഓട്ടോറിക്ഷ തർക്കം പരിഹരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് സ്റ്റോപ്പിന് സമീപം ഓട്ടോറിക്ഷ പാർക്കുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചർച്ചകൾക്ക് ശേഷം ഓട്ടോറിക്ഷ പാർക്കിംഗ് മാർക്ക് ചെയ്ത് പുനഃസ്ഥാപിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ജബ്ബാർ, റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ അശോക് കുമാർ, കുന്നംകുളം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിജ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാറഞ്ചേരി, വെളിയങ്കോട് മേഖലകളിൽ മോഷണം തുടർക്കഥയാകുന്നു. എരമംഗലത്ത് 2 വീടുകളിൽ മോഷണം. മാറഞ്ചേരി, എരമംഗലം പ്രദേശങ്ങളിൽ തുടർച്ചയായി 3-ാം ദിവസവും മോഷണം പതിവാകുന്നു. മാറഞ്ചേരി പരിച്ചകത്ത് അടച്ചിട്ട വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നിരുന്നു. തുടർന്ന് എരമംഗലം താഴത്തേൽപ്പടി പെരുമുടിശ്ശേരിയിലെ അമ്പലത്തിലും കള്ളൻ കയറി. തിങ്കളാഴ്ച രാത്രിയിൽ പെരുമുടിശ്ശേരിയിലെ അടച്ചിട്ട 2 വീടുകളിലാണ് മോഷണം നടന്നത്. വെളിയങ്കോട് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ തെക്കൂട്ട് ചന്ദ്രൻ, തുഴുവാനിൽ ബാബു എന്നിവരുടെ വീട്ടിലാണ് കള്ളന്മാർ കയറിയത്. ചന്ദ്രനും ഭാര്യയും മകന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് രാത്രി വീടുകളിൽ ആളുകൾ ഉണ്ടാവാറില്ല. ബാബുവിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലായിരുന്നു. 2 വീടുകളിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും മോഷണം പോയിട്ടില്ല. മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം. ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല. ഞങ്ങൾ മകന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അത് അടഞ്ഞെടുക്കുകയായിരുന്നു. ആ വീട്ടിലാണ് ഇന്നലെ രാത്രി മുൻപാതില് എന്തോ കമ്പിപ്പാറിട്ട് പൊളിച്ചിട്ട് ഉള്ളി കടന്നിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും നഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം വലിച്ച് അലമാരയൊക്കെ കുത്തി തുറന്ന് ഇട്ടാണ് സംഭവം നടന്നിട്ട്. മുകളിലും അതുപോലെ അലമാരയൊക്കെ വലിച്ചിട്ടിരിക്കുന്നു. പക്ഷെ അവിടെ സ്വർണ്ണോ പണോ ഒന്നും ഇല്ലാത്ത കാരണം എന്തോ ചില്ലറ പൈസകളോ മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നഷ്ടം പറ്റിയിട്ടുണ്ട്. അതൊന്നും അത്ര കാര്യം ഉണ്ടാകുന്നതല്ല. വീട് പൂട്ടി ദൂരയാത്ര പോകുന്നവരോ ദീർഘകാലത്തേക്ക് വീട് മാറി നിൽക്കുന്നവരോ പോലീസിന്റെ പോൾ ആപ്പിലെ സേവനം ഉപയോഗപ്പെടുത്തണമെന്ന് പോലീസ് പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.
പോർക്കുളം കടങ്ങോട് കടവല്ലൂർ പഞ്ചായത്തുകൾ സംഗമിക്കുന്ന ആനക്കല്ല് റോഡ് കുണ്ടും കുഴികളും നിറഞ്ഞു. കിലോമീറ്റർ ദൂരം റോഡാണ് കുഴികളും വെള്ളക്കെട്ട് മൂലം യാത്രക്കാർക്ക് ദുരിതമായത്. കലുങ്കുപണി നടക്കുന്നതിനാൽ അക്കിക്കാവ് പന്നിത്തടം റോഡിലെ ഗതാഗത തടസ്സമാണ്. ഇതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെയാണ് പോകുന്നത്. കുഴിയും വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ റോഡ്. പെരുമ്പിലാവ് ഭാഗത്തെ ക്വാറികളിൽ നിന്നും വലിയ ടോറസ് ലോറികൾ ഈ വഴിയാണ് പോകുന്നത്. കുന്നംകുളം കേച്ചേരി റോഡ് തകർന്നതുമൂലം ഒട്ടേറെ വാഹനങ്ങൾ ഇപ്പോൾ ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്. കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു. ബൈപ്പാസ് റോഡിൽ നിന്നും പെരുമ്പിലാവിലെത്താൻ എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ പേരാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. റോഡിലെ യാത്രാ ദുരിതം ഒഴിവാക്കാനായി നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആദൂർ മഹാത്മാ LP സ്കൂളിൽ നടന്നുവന്നിരുന്ന വായനാ വാരാചരണം സമാപിച്ചു. ന്യൂമെൻസ് കോളേജ് പ്രിൻസിപ്പൽ MV പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. സ്കൂൾ മാനേജർ PK വിനയകുമാർ, ഹെഡ് മിസ്ട്രസ് KV ഗീത, മാതൃസംഘം പ്രസിഡന്റ് വിന്യ ജയൻ, അധ്യാപകരായ സിൽവി, സെപ്റ്റീന, PTA അംഗം ബിജു എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ശക്തമായ സന്ദേശമൊരുക്കി ശർക്കര പായസം എന്ന ഷോർട്ട് ഫിലിം. പുതിയ കാലത്ത് വലിയ വെല്ലുവിളി തീർക്കുന്ന ലഹരിക്കെതിരെ സമൂഹം ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യതയും ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലഹരി വിദ്യാർത്ഥി സമൂഹങ്ങളെ വലവീശി പിടിക്കുമ്പോൾ അതുമൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന ദുരന്തങ്ങൾ തുറന്നു കാണിക്കുകയാണ് ശർക്കര പായസം എന്ന ഹ്രസ്വചിത്രം. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഈ ഹ്രസ്വചിത്രം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. ബ്ലാക്ക് റോക്ക് എന്റർടൈൻമെന്റ് ബാനറിൽ പ്രകാശ് കുഞ്ഞൻ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രം മോഹൻ തോമസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിന്റെ കാണാക്കായങ്ങൾ, അതുമൂലം നേരിടുന്ന ദുരന്തങ്ങളും തുറന്നു കാണിക്കുകയാണ് ഈ ചിത്രം. മാസ്റ്റർ ജോൺ ജോബി, മുരളി അച്യുതൻ, രഞ്ജീവ് കലാഭവൻ, ജോബി ജോൺ, അബി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിജീഷ് നാഥ് മരത്തങ്കോടാണ്. പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവും, എഡിറ്റിംഗ് ഷിനോ ഷാബിയും നിർവഹിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCTV. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ മേഖലയിലെ ഹോട്ടൽ, ടീ ഷോപ്പ് ഉടമകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ അനു ജോസഫ് ക്ലാസ് നയിച്ചു. KHRA ഭാരവാഹികളായ OKR മണികണ്ഠൻ, GK പ്രകാശ്, CA ലോകനാഥൻ, NK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 10ാം വാർഡ് വെള്ളത്തേരി കുടുംബശ്രീ ADS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ഷാഹിദ ഹംസ അധ്യക്ഷയായി. കേരളോത്സവത്തിൽ സംസ്ഥാനതല മെഹന്തി മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഷഹന ഫാസിലിനെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ മൈമുന ഷബീർ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TP ലോറൻസ്, രമണി രാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, സജിത ഷാജി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി. സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്ക് ഡിജിറ്റൽ സംവിധാനത്തോടെയാണ് ഹിത പരിശോധന നടത്തിയത്. വോട്ട് രേഖപ്പെടുത്തുന്നതിനായി 4 പോളിംഗ് ബൂത്തുകൾ തയ്യാറാക്കിയിരുന്നു. എല്ലായിടത്തും ഡിജിറ്റൽ സോഫ്റ്റ്വെയർ സംവിധാനവും ക്രമീകരിച്ചിരുന്നു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, PTA പ്രസിഡന്റ് K. ഫൈസൽ, വൈസ് പ്രസിഡന്റ് കിൽസി കിൽക്കർ എന്നിവർ പോളിംഗ് ബൂത്തുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OAC തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും സമ്മതിദാനാവകാശത്തെക്കുറിച്ചും സംസാരിച്ചു. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കിയത്. തിരിച്ചറിയൽ രേഖയുമായാണ് വോട്ട് രേഖപ്പെടുത്താൻ കുട്ടികളെത്തിയത്. കൈകളിൽ മഷി പുരട്ടി കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ വോട്ട് രേഖപ്പെടുത്തിയത് 1ാം ക്ലാസ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി. 92% പോളിംഗ് നടന്നതായി ഇലക്ഷൻ കൺവീനർ MS സബിത അറിയിച്ചു. സ്കൂൾ സാമൂഹ്യശാസ്ത്രം വിഭാഗത്തിന്റെയും IT വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ലീഡറായി +2 വിദ്യാർത്ഥി ഫവാസ് കബീറും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി നന്ദകിഷോർ TCയും തെരഞ്ഞെടുക്കപ്പെട്ടു. CCTV ന്യൂസ് കുന്നംകുളം. കാണിപ്പയൂർ സെന്റ് മേരി മാഗ്ദലിൻ കോൺവെന്റ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചൂണ്ടലിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ജോസി മാത്യു സ്വാഗതവും സ്കൂൾ വിദ്യാർത്ഥി വിഷ്ണു പ്രകാശ് നന്ദിയും പറഞ്ഞു.
വീണുകിടക്കുന്ന മരത്തടികൾ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യണമെന്ന് ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾ. മന്ദലാംകുന്ന് അണ്ടത്തോട് ബീച്ചിൽ രൂക്ഷമായ കടൽക്ഷോഭമാണ് നിലനിൽക്കുന്നത്. നിരവധി കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. മന്ദലാംകുന്ന്, പാപ്പാളി, അണ്ടത്തോട്, പെരിയമ്പലം, തങ്ങൾപ്പടി മേഖലകളിലാണ് രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. ഇതുമൂലം നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളുമാണ് കടപുഴകി കടലിൽ കിടക്കുന്നത്. ഇത് യഥാസമയം നീക്കം ചെയ്തില്ലെങ്കിൽ ഇവ മത്സ്യബന്ധനത്തിന് വിഘാതമായി നിൽക്കും. വിലപിടിപ്പുള്ള വലകളും മറ്റും കൊമ്പുകളിൽ കുടുങ്ങി കേടുപാടുകൾ സംഭവിക്കുകയും വരുമാനത്തിനു പകരം നഷ്ടക്കണക്കുകൾ ഉണ്ടാവുകയും ചെയ്യും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇടപെട്ട് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ അപേക്ഷ. പഞ്ചായത്തിൽ ദിവസം പണിയെടുത്ത് നേരം 5 പണിയെടുത്താൽ 1000-2000 റുപ്യ കിട്ടും. അത് നമ്മൾ ഒരാൾക്കല്ല, 2 പേരുണ്ടാവും, അല്ല 3 പേരുണ്ടാവും. 10,000 റുപ്യ ഈ വഞ്ചി വലന് വേണ്ടിയിട്ടാണ്. അതിന് 3000 റുപ്യയുടെ വല മേടിക്കേണ്ടി വരും. ഈ കാണുന്ന കോലത്തിൽ പിടിച്ച് അത്. അഹമ്മദിയ വയോജന സംഘടന പ്രാദേശിക സമ്മേളനം സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ള ആളൂർ ചാവക്കാട് യൂണിറ്റിന്റെ പ്രാദേശിക സമ്മേളനം ആളൂർ അഹമ്മദിയ മിഷൻ ഹൗസിലാണ് ചേർന്നത്. വിവിധ കായിക വൈജ്ഞാനിക മത്സരങ്ങളോടെ നടന്ന സമ്മേളനം തൃശൂർ പാലക്കാട് ജില്ലാ വയോജന സംഘടനാ പ്രസിഡന്റ് ജനാബ് ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ വയോജന സംഘടന പ്രാദേശിക ഘടകം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി ഗുലാം അഹമ്മദ്, പാലക്കാട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് നസറുള്ള, ചാവക്കാട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി മുഹമ്മദ് തൽഹ എന്നിവർ സംസാരിച്ചു. കായിക വൈജ്ഞാനിക മത്സര വിജയികൾക്ക് ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ, ചാവക്കാട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഷ്റഫ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കേരളവർമ്മ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറും കവിയും നിരൂപകനും ജേർണലിസ്റ്റുമായ VG തമ്പി ലിറ്റററി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വായിച്ച അറിവുകളെ അനുഭവവേദ്യമാക്കുന്നതിനും ഭാവനകൾ കൊണ്ട് സർഗാത്മകതയുടെ സുഗന്ധം പരത്തുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വായനാവാരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷാ വിഷയങ്ങളുടെ നേതൃത്വത്തിൽ എക്സിബിഷൻ, റീഡിംഗ് കോർണർ, മോഷൻ പ്ലേ എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ഭാഷകളുടെ പ്രാധാന്യം, സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഇത് ഉപകാരമാണ്. ലിറ്റററി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരായ ലത PR സ്വാഗതവും ധന്യ മുരളീധരൻ നന്ദിയും പറഞ്ഞു. തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തായങ്കാവ് കീഴടം ഓഫീസർ ഹരിശങ്കർ പുത്തിലം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര മേൽശാന്തി സജി ശർമ്മ ഭദ്രദീപം തെളിയിച്ചു. തത്വമസി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് TV കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെയും മൊമെന്റോ നൽകി ആദരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മാതൃസമിതി അധ്യക്ഷയും വെള്ളറക്കാട് സ്കൂൾ പ്രധാന അധ്യാപികയുമായ വിജയശ്രീ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ദേശവിളക്ക് മഹോത്സവം നവംബർ 30 ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ശശികുമാർ KB, കമ്മിറ്റി രക്ഷാധികാരി കരുണാകരൻ കൈപ്പറമ്പിൽ, ദേശവിളക്ക് കമ്മിറ്റി സെക്രട്ടറി സജീഷ് PV, ട്രഷറർ സന്ദീപ് MD, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭയുടെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗ വാരാചരണം സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന വാരാചരണം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷനായി. യോഗ അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം MV പ്രശാന്തൻ യോഗയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, മറ്റു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, വാർഡ് കൗൺസിലർ മിനി മോൺസി, മെഡിക്കൽ ഓഫീസർ മിഥു K തമ്പി, യോഗ പരിശീലക സന്ധ്യ ബാബുരാജ്, കൃഷി ഓഫീസർ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ചാലിശ്ശേരി കൗക്കോട് ഒരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പും ബോധവൽക്കരണ നാടകാവതരണവും നടന്നു. വ്യത്യസ്ത മേഖലകളിൽ കഴിവു തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. കവുക്കോട് ദേശഭൂഷണി വായനശാലയിൽ നടന്ന ചടങ്ങ് ഒരുമ കൂട്ടായ്മ പ്രസിഡന്റ് കെ രഘുനാഥന്റെ അധ്യക്ഷതയിൽ തൃത്താല മുൻ MLA TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. തൃത്താല റേഞ്ച് എക്സൈസ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TM കുഞ്ഞുകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം CK ഉണ്ണികൃഷ്ണൻ, സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളായ VV ബാലകൃഷ്ണൻ, രാജൻ ചുള്ളിക്കോട്, സുഹേഷ്, KT വേലായുധൻ, ശാലിനി ബാലൻ, മണികണ്ഠൻ പുന്നക്കൽ, KC കുഞ്ഞുകുട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഹൃദയസ്പർശിയായ ഏകപാത്ര നാടകം മരണമൊഴിയും, സാംസ്കാരിക പ്രവർത്തകൻ AP ശശി കോർഡിനേറ്റ് ചെയ്ത പരുതൂർ ലൈബ്രറി ക്ലബ് ആൻഡ് റിക്രിയേഷൻ സെന്റർ ബാലവേദിയിലെ കുട്ടികൾ അവതരിപ്പിച്ച കോഴിയും കിളവിയും, അതിരുകൾ ഇല്ലാത്ത ആകാശം എന്നീ നാടകങ്ങളും അരങ്ങേറി. ഒരുമ കൂട്ടായ്മ സെക്രട്ടറി M മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TK സുധീഷ് കുമാർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമായ KR മോഹനന്റെ 7ാമത് ചരമവാർഷിക ദിനാചരണം ചാവക്കാട് നടന്നു. തിരുവത്രയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പ്രസിദ്ധ സാഹിത്യകാരനും ചലച്ചിത്ര നിരൂപകനുമായ I ഷൺമുഖദാസ് മാസ്റ്റർ പ്രഭാഷണം നടത്തി. MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറുകഥാകൃത്ത് KA മോഹൻദാസ്, TT ശിവദാസൻ, KH സലാം, ഫൈസൽ ബാവ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികളെ ആദരിച്ചു. മാനേജിംഗ് ഡയറക്ടർ മൂത്തേടത്ത് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ നസീമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. JI അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ മുഹമ്മദ് ബിൻ ഹസന് ഉപഹാരവും ഗോൾഡൻ ഡയമണ്ടിന്റെ പ്രത്യേക സമ്മാനവും നൽകി ആദരിച്ചു. പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട്, പെരുമ്പടപ്പ് എന്നീ പഞ്ചായത്തുകളിലെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ പ്രതിഭകളെയാണ് ആദരിച്ചത്. മാനേജർ ഷിമോദ്, അബ്ദുൽ ഗനി, ഡയറക്ടർമാരായ ഇബ്രാഹിം യൂനസ്, സവാദ്, ഷമീർ, ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ മതിൽ കെട്ടുന്നതിനുള്ള തറക്കല്ലിടൽ ചടങ്ങ് ക്ഷേത്രം തിരുമേനി പുതുമന ഹരീഷിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറയും മുണ്ടന്തറ ബാലകൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു. ക്ഷേത്രം മുൻ പ്രസിഡന്റ് ഗംഗാധരൻ നായർ, സെക്രട്ടറി ചന്ദ്രൻ നായർ, ട്രഷറർ അനിൽ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, 13 അംഗ കമ്മിറ്റി പ്രതിനിധികൾ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ 28, 29 തീയതികളിലായി കുന്നംകുളത്ത് നടക്കുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 40ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. വ്യാപാര ഭവനിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ, സംസ്ഥാന ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ ടൈറ്റസ് CG, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK മധുസൂദനൻ, സജീവ് വസതിനി, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജു, BJP കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് തിരുത്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കമ്മിറ്റിയുടെ രൂപീകരണ യോഗവും നടന്നു. യോഗത്തിന് ജില്ലാ സെക്രട്ടറി PV ഷിബു സ്വാഗതവും ട്രഷറർ EB ജിതേഷ് നന്ദിയും പറഞ്ഞു. പ്രിയദർശിനി കൾച്ചറൽ സെന്റർ മാറഞ്ചേരിയുടെ 10ാം വാർഷികാഘോഷം സ്നേഹധരണി 2024ന്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലഡ് ഡൊണേഴ്സ് കേരള പൊന്നാനിയും പ്രിയദർശിനി മാറഞ്ചേരിയും സംയുക്തമായി തൃശൂർ അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിയദർശിനി കൾച്ചറൽ സെന്റർ പ്രവർത്തകരും നാട്ടുകാരുമായി 78 പേർ പങ്കെടുത്ത ക്യാമ്പിൽ 24 ആദ്യ രക്തദാതാക്കളും ഒരു വനിതാ ദാതാവും ഉൾപ്പെടെ 60 പേർ രക്തദാനം നടത്തി. BDK സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളും കോർഡിനേറ്റർമാരും ഏഞ്ചൽസ് വിംഗ് അംഗങ്ങളും പ്രിയദർശിനി പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്ത പ്രിയദർശിനി മാറഞ്ചേരിക്ക് BDK പൊന്നാനിയുടെ പ്രത്യേക ഉപഹാരം കൈമാറി. ലഹരിക്കെതിരായുള്ള പുസ്തക ചങ്ങാത്തം പദ്ധതി
97 വിദ്യാലയങ്ങളിൽ പൂർത്തിയാക്കി സ്റ്റൈജു മാസ്റ്റർ. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവാണ് പുസ്തക ചങ്ങാത്ത പദ്ധതി നടപ്പിലാക്കുന്നത്. 2022 ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിലാണ് സ്റ്റൈജു മാസ്റ്റർ അധ്യാപന ജീവിതത്തിന് തുടക്കം കുറിച്ച വാടാനപ്പള്ളി SMUP സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളാണ് പുസ്തക ചങ്ങാത്ത പദ്ധതിയിലെ 97ാം വിദ്യാലയമായി തെരഞ്ഞെടുത്തത്. വിദ്യാലയങ്ങളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറിനു ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികൾക്ക് സാമൂഹിക ശാസ്ത്ര, സാഹിത്യ, സാരോപദേശ കഥകളടങ്ങിയ പുസ്തകങ്ങൾ സമ്മാനിക്കും. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ലഹരിക്കെതിരെയുള്ള ആശയങ്ങൾ പങ്കുവച്ച് കൈമാറുന്നതാണ് പുസ്തക ചങ്ങാത്തം പദ്ധതി. ചിറ്റാറ്റുകര ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് പ്രധാന അധ്യാപകൻ MK സൈമൺ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ അധ്യക്ഷനായി. PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. മുൻ PTA പ്രസിഡന്റ് ലിൻസൺ, അധ്യാപിക നീന ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. വിദ്യാർത്ഥികളായ ദേവദത്തൻ, എബിൻ, അദ്വൈത, അതുല്യ, ആൽവിൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. മർത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ K. ലത്തീഫ്, ഹെൽത്ത് ഓഫീസർ പ്രസന്നൻ എന്നിവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക CP ലൈലിക, MPTA പ്രസിഡന്റ് AK സന്ധ്യ, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപകരായ ജീന ജോൺ, സ്റ്റെഫി സണ്ണി, സ്നേഹ വിൽസൺ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ EMS സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നടത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് EA മൊയ്തുട്ടി അധ്യക്ഷത വഹിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി മനോജ് C. ബേബി, ട്രഷറർ സദാനന്ദൻ മാസ്റ്റർ, CPM കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കിടപ്പ് രോഗികൾക്കാവശ്യമായ വീൽചെയർ, കട്ടിൽ, വാട്ടർ ബെഡ്, വാക്കർ സ്റ്റിക്ക്, ആംബുലൻസ് സർവീസ് എന്നീ സേവനങ്ങൾ സൊസൈറ്റി നടത്തിവരുന്നുണ്ട്. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി മനോജ് C. ബേബി, പ്രസിഡന്റ് EA മൊയ്തുട്ടി, ട്രഷറർ സതീശൻ എന്നിവരെയും 23 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് ആർത്താറ്റ് മണ്ഡലം ചെമ്മണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ മേഞ്ചേരി തറയിൽ രാജഗോപാൽ ഭാര്യയുടെ സ്മരണാർത്ഥമുള്ള വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. കുന്നംകുളം നഗരസഭാ കൗൺസിലറും ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റും കാർഷികേതര സഹകരണ സംഘം പ്രസിഡന്റുമായ സുഗുണൻ, രാജഗോപാൽ MA, രാജേഷ് VM, കമലാദേവി കൊഴുപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. സിവിൽ എഞ്ചിനീയറിംഗിലും സാങ്കേതിക വിദ്യയിലും പുതുമകളുമായി തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന 8ാം ദേശീയ സമ്മേളനം റിയാക്ട് 2024 ശ്രദ്ധേയമായി. സിവിൽ എഞ്ചിനീയറിംഗിലും സാങ്കേതിക വിദ്യയിലും പുതുമകളും സംഭാവനകളും അവതരിപ്പിക്കുന്നതിനായി ഈ രംഗത്തെ സമീപകാല മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ദേശീയ കോൺഫറൻസിന്റെ 8ാം പതിപ്പ് റിയാക്ട് 2024 തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു. ദേശീയ സമ്മേളനം മുഖ്യാതിഥി പ്രൊഫസർ VA സുധാകരൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത C. അധ്യക്ഷയായി. അസിസ്റ്റന്റ് പ്രൊഫസർ നിർമ്മല കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. കോൺഫറൻസ് യുവ എഞ്ചിനീയർമാർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ വിവിധ വെല്ലുവിളികൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിനുമുള്ള വേദിയായി. സാങ്കേതിക സെഷനുകൾ, ഗവേഷണ പേപ്പർ അവതരണങ്ങൾ എന്നിവ കോൺഫറൻസിന്റെ ഭാഗമായി നടന്നു. ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നതിനുള്ള അവസരവും ഒരുക്കി. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ഗതാഗത എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി സുസ്ഥിര എഞ്ചിനീയറിംഗ്, ജലവിഭവ എഞ്ചിനീയറിംഗ്, ബിൽഡിംഗ് ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നിവയായിരുന്നു കോൺഫറൻസിന്റെ തീമുകൾ. തിരഞ്ഞെടുത്ത ഏതാനും പ്രബന്ധങ്ങൾ ഇന്റർനാഷണൽ ജേണൽ ഓഫ് സയന്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ചിൽ പ്രത്യേക പതിപ്പായി പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ സമ്മേളനത്തിന്റെ സംഘാടകരായ ഡോക്ടർ അഭിലാഷ് PS, നിർമ്മല കൃഷ്ണൻ, നിഷ വർഗീസ് എന്നിവർ പറഞ്ഞു. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ അഭിലാഷ് PS സ്വാഗതവും വിദ്യാർത്ഥി സംഘാടകൻ പ്രിൻസ് കേശവ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് വേലൂർ. ചിറമനേങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക വേദി സിതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനു വേണ്ടി നാട്ടുകാരുടെ സഹകരണത്തോടെ നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ നിർവഹിച്ചു.
തുടർന്ന് SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ക്ലബിന്റെ മുൻകാല പ്രവർത്തകരെയും ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും ലോഗോ പ്രകാശനവും നടന്നു. എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ U. മഹേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PV പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ രജിത ഷാജി, അബ്ദുൽ ഗഫൂർ, സൈബുനീസ ഷർഫുദ്ദീൻ, സിനിമാ ഡയറക്ടർ പ്രശാന്ത് കുഞ്ഞൻ, ക്ലബ്ബ് മുൻ രക്ഷാധികാരി NS സത്യൻ, KP രവി, KM സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് അബൂബക്കർ സ്വാഗതവും വൈസ് ചെയർമാൻ അപ്പുണ്ണി സാജൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ അഷ്ടമിരോഹിണി ആഘോഷത്തിന് മുന്നോടിയായി മമ്മിയൂർ നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ സത്സംഗം നടത്തി. മമ്മിയൂർ ക്ഷേത്ര മേൽശാന്തി ശ്രീരുദ്രൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷനായി. V. അച്യുതക്കുറുപ്പ്, മാങ്ങോട്ട് രാമകൃഷ്ണൻ മേനോൻ, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, നിർമ്മലൻ മേനോൻ, രവീന്ദ്രൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപികയായി കഴിഞ്ഞ 6 വർഷത്തെ സേവനത്തിനു ശേഷം എറണാകുളം ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറായി പ്രമോഷനായി പോകുന്ന TS ദേവിക ടീച്ചർക്ക് നാട് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. 2018 ദേവിക ടീച്ചർ പ്രധാനാധ്യാപികയായി ചാലിശ്ശേരിയിലെത്തിയത്. 6 വർഷത്തിനിടയിൽ സ്കൂൾ വികസന കാര്യത്തിലും പഠന പാഠ്യേതര രംഗത്തും കയ്യൊപ്പ് ചാർത്തി. ഇടപഴകുന്ന ആരുമായും വളരെ വേഗത്തിൽ സൗഹൃദത്തിലേർപ്പെടുന്ന ടീച്ചറുടെ പ്രവർത്തനം സ്കൂളിന്റെ ഓരോ വളർച്ചയ്ക്കും മുതൽക്കൂട്ടായി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളിലും ടീച്ചർ നിറസാന്നിധ്യമായിരുന്നു. വിദ്യാർത്ഥികളോടൊപ്പം ചിരിച്ചും കൂട്ടുകൂടിയും സ്നേഹത്തിന്റെ മധുരം കൊണ്ട് കീഴടക്കിയ ടീച്ചർ അക്കാദമി രംഗത്തും SSLC വിജയശതമാനത്തിലും സ്കൂളിന്റെ വളർച്ചയിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് വിജയത്തിന്റെ സുഗന്ധം പരത്തി. രക്ഷാകർതൃ സമിതിയുമായും സഹ അധ്യാപകരുമായും ചേർന്നുള്ള ടീച്ചറുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി 18 ക്ലാസ് മുറികളടങ്ങിയ ഹൈടെക് കെട്ടിടം, സ്കൂൾ സ്റ്റേഡിയം എന്നിവയ്ക്കപ്പുറം സ്കൂളിന്റെ ആദ്യകാലത്തെ ക്ലാസ് മുറികളുടെ തനിമ നിലനിർത്തിയതും ഫലവൃക്ഷത്തോട്ടവുമെല്ലാം ടീച്ചറുടെ ശക്തമായ ഇടപെടലുകളുടെ വിജയമായിരുന്നു. മറ്റൊരു കെട്ടിടത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. 1997 ചാത്തന്നൂർ GHSSലാണ് അധ്യാപക ജീവിതത്തിന്റെ ആദ്യ സേവനം തുടങ്ങിയത്. തുടർന്ന് 10 വർഷം പട്ടാമ്പിയിലും 10 വർഷം വട്ടേനാട് സ്കൂളിലും ജോലി ചെയ്തു. 2017 സ്കൂൾ പ്രധാനാധ്യാപികയായി ഇടുക്കി, മേലടൂർ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 2018 പ്രളയത്തിൽ ചാലിശ്ശേരി സ്കൂളിൽ നിന്നും വലിയ സഹായങ്ങൾ വിതരണം ചെയ്യുവാൻ ടീച്ചർക്ക് കഴിഞ്ഞു. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ടീച്ചർ കിഫ്ബി വഴി ലഭിച്ച കെട്ടിടത്തിലെ ഒരു ക്ലാസ് മുറിയിലേക്കുള്ള ഫർണിച്ചർ ആദ്യം നൽകാൻ തീരുമാനിച്ചതും നന്മ മനസ്സിന്റെ അടയാളമായി. സ്കൂളിന് ആകർഷകമായ പ്രവേശന കവാടവും ആധുനിക രീതിയിലുള്ള അടുക്കളയും വേണമെന്ന ആഗ്രഹം ബാക്കി നിൽക്കെയാണ് പ്രമോഷൻ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ എല്ലാ അധ്യാപകരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥികൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അംഗങ്ങൾ, JRC അംഗങ്ങൾ എന്നിവരും ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, SMC ചെയർമാൻ റഫീഖ് അവങ്ങാട്ടിൽ എന്നിവർ ചേർന്ന് സ്കൂളിന്റെ സ്നേഹോപഹാരം നൽകി. PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ പൊന്നാടയണിയിച്ചു. ഡെപ്യൂട്ടി HM ഷീന P ശങ്കർ, സ്റ്റാഫ് സെക്രട്ടറി P ബിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദേവിക ടീച്ചർ മറുപടി പ്രസംഗവും നടത്തി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഒരുമനൂർ പഞ്ചായത്ത് ഓണത്തിന് ചെണ്ടുമല്ലി വിളവെടുക്കുന്നതിനായി ഹൈബ്രിഡ് മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രവീന്ദ്രൻ ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, നഷ്ര, KJ ചാക്കോ, നസീർ മുപ്പിൽ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ എമിലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് സിമി നന്ദി പറഞ്ഞു. കുന്നംകുളം നഗരസഭയിലെ SSLC+2 പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കും 100 മേനി നേടിയ വിദ്യാലയങ്ങൾക്കുമുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ടൗൺഹാളിൽ നടന്ന പുരസ്കാര വിതരണം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംഗീത സംവിധാനത്തിന് ടെലിവിഷൻ സംസ്ഥാന പുരസ്കാരം നേടിയ കുന്നംകുളം സ്വദേശി ജിഷ്ണു തിലക് മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ AS സുജീഷ്, മിനി മോൺസി, റീജ സലിൽ, ഷാജി ആലിക്കൽ, ജനറൽ വിഭാഗം സൂപ്രണ്ട് സാജൻ C ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ജിജി ജോർജ് P പ്രസിഡന്റ്, സജു TC സെക്രട്ടറി, സജി C പുലിക്കോട്ടിൽ ട്രഷറർ, ടെറിഷ് T പുലാക്കൽ ടെയിൽ ടിസ്റ്റർ, സാംസി തോമസ് വൈസ് പ്രസിഡന്റ്,
ജോബ് തോലത്ത് ജോയിന്റ് സെക്രട്ടറി, സക്കറിയ ചിരൻ പ്രോജക്ട് ഡയറക്ടർ, ഡോക്ടർ റെജിൻ മാത്യു IP പ്രസിഡന്റ്, കൃഷ്ണദാസ് KS IP സെക്രട്ടറി എന്നിവരും ബോർഡംഗങ്ങളായി സൈഫുദ്ദീൻ P, രാജു ഇട്ടൂപ്പ്, സുജോ J കൊള്ളന്നൂർ, ജോബിൻസ് പീറ്റർ എന്നിവരും സ്ഥാനമേറ്റു. കൊമേറ്റ്സ് ഗാർഡനിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ YMCA പ്രസിഡന്റ് ഷൈജൻ C ജോബ്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗിൽബർട്ട് പാറമേൽ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡെന്നി VK, വൈസ്മെൻസ് ക്ലബ് പ്രസിഡന്റ് സജി C പുലിക്കോട്ടിൽ, ലേഡി കൊമേറ്റ്സ് പ്രസിഡന്റ് ഡോക്ടർ സുമ സുശാന്ത് എന്നിവർ സംസാരിച്ചു. ലേഡി കൊമേറ്റ്സ് വിങ്ങിന്റെ ഭാരവാഹികളായി ബെറ്റി എൽവിസ് പ്രസിഡന്റ്, ജിൻസി സുജോ സെക്രട്ടറി, ഡാലി ജോബിൻസ് ട്രഷറർ എന്നിവരും സ്ഥാനമേറ്റു. CCTV ന്യൂസ് കുന്നംകുളം. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. ജീവദ്യുതി പോൾ ബ്ലഡ് ജില്ലാതല രക്തദാന ക്യാമ്പുകളുടെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് സുധീർ KE അധ്യക്ഷനായ യോഗത്തിൽ ജീവദ്യുതി ജില്ലാ ചുമതലക്കാരനായ സുഭാഷ് മാത്യു MJ പോൾ ബ്ലഡ് ആപ്പിനെ കുറിച്ചും NSS കുന്നംകുളം ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ ജീവദ്യുതി രക്തദാന സന്ദേശവും നൽകി. വാർഡ് മെമ്പർമാരായ നിഷിൽ PM, ഗിരിജ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹി രവീന്ദ്രദാസ്, പ്രധാനാധ്യാപിക ഷെർലി M പെരക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രിൻസിപ്പാൾ വൃന്ദ KV സ്വാഗതവും വളണ്ടിയർ അൽമാസ് ഫാത്തിമ KM നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് സെന്ററിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റ് കഴിഞ്ഞ ഒരു വർഷമായി പ്രകാശിക്കുന്നില്ല. BJP കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി മഹേഷ് തിപ്പിലശ്ശേരി, പ്രജീഷ് KR, സത്യൻ TV, MK ശങ്കരനാരായണൻ, രാജൻ PA, ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജ്ഞാനോദയം വായനശാല സന്ദർശിച്ചു. വായനശാല പ്രസിഡന്റ് പ്രിൻസി സന്തോഷ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നു വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. വായനശാലയിലെ വിവിധ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. സുജാ C ജോർജ് സന്ദേശം നൽകി. സ്കൂൾ ലീഡർ ഫൈസ വായനശാലയിലേക്ക് പുസ്തകം സമർപ്പിക്കുകയും ചെയ്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവാഗതരായ +1 വിദ്യാർത്ഥികൾക്കായി ലുമിന 2024 എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ വിവിധ കോഴ്സുകളുടെ സാധ്യതകളും വിദ്യാലയത്തെക്കുറിച്ചുള്ള മാർഗരേഖകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ കരിയർ ഗൈഡ് അധ്യാപിക ലിഷ, സ്റ്റാഫ് സെക്രട്ടറി വിജയൻ എന്നിവർ മാർഗരേഖയും അവതരിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗം ദിജിമോൾ P, കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ മുകേഷ് എന്നിവർ സംസാരിച്ചു. വേലൂരിൽ CATU അംഗത്വം ഉപേക്ഷിച്ച് INTUC-യിൽ ലതേഷിന് സ്വീകരണം നൽകി. ചുങ്കം INTUC പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ലതേഷിന് സ്വീകരണം നൽകിയത്. വൈസ് പ്രസിഡന്റ് ജോസ് മണി, സെക്രട്ടറി വിജോയ് തലക്കോടൻ, കൺവീനർ സുനിൽ അത്താണിക്കൽ, യൂണിയൻ ലീഡർ സുജിത്ത്, INTUC യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം ജില്ലാ പഞ്ചായത്ത് അംഗവും NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ AV വല്ലഭന്റെ മാതാവ് ചൂണ്ടൽ തായങ്കാവ് വാദ്യാൻമന പരേതനായ ഇട്ടിത്തായൻ നമ്പൂതിരിയുടെ ഭാര്യ പാർവതി അന്തർജനം നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സുലേഖ, പ്രമീള, കൃഷ്ണൻ, പ്രസാദ്, പ്രകാശ്, പ്രഭേഷ് എന്നിവരാണ് മറ്റു മക്കൾ. കൃഷ്ണൻ, രാജൻ, സുഭദ്ര, സുമ, ലീലാമണി, മീനി, ദിവ്യ എന്നിവർ മരുമക്കളാണ്. പഴഞ്ഞി അയനൂർ കൊടിയാട്ടിൽ വീട്ടിൽ പരേതനായ വാസു ഭാര്യ ജാനു നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. SNDP യോഗം അയനൂർ ശാഖാ പ്രസിഡന്റ് സന്തോഷ് KV, റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ സതീഷ് KV എന്നിവർ മക്കളാണ്. കൊരട്ടിക്കര പുതുപ്പറമ്പ് പ്രഭാകരൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. വസന്തയാണ് ഭാര്യ. പ്രജേഷ്, പ്രശാന്തി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് സെക്രട്ടറി നേരിട്ട് മേൽനോട്ടം വഹിക്കും. പ്രവൃത്തി നടത്തിപ്പിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് മന്ത്രി. ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും താക്കീതായി വ്യാപാരികളുടെ പ്രതിഷേധ പദയാത്ര. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് കേച്ചേരിയിലെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തൃശൂർ കോഴിക്കോട്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടുകളിൽ സ്വകാര്യ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമിതി നാളെ മുതൽ പ്രഖ്യാപിച്ച ബസ് സമരം മാറ്റിവെച്ചു. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം, പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചൂണ്ടലിൽ ഡിവൈഡറിലേക്ക് വാഹനം ഇടിച്ചുകയറി വീണ്ടും അപകടം. സെന്ററിലെ അശാസ്ത്രീയമായ ഡിവൈഡറിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടം. സെന്ററിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടും അധികാരികൾ മൗനം തുടരുന്നത് പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.